ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കറി വെക്കുന്ന കടലയുണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ മൈസൂർ പാക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കടല കിട്ടുന്നതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കറുത്ത കടല വേണം. നമ്മൾ സാധാരണ പുട്ടിലേക്കൊക്കെ കറി വെക്കുമല്ലോ, ആ കടലയാണ് എടുക്കേണ്ടത്. എല്ലാവരുടെ കയ്യിലും ഇപ്പം ഉണ്ടാവും, റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നതുകൊണ്ട്. അത് നമുക്ക് 1 കപ്പോളം വേണം. ഇങ്ങനെ ഒരു മെഷറിംഗ് കപ്പിലേക്ക് മെഷർ ചെയ്തിട്ട് തന്നെ എടുക്കുക. ഇനി ഈ കടല നമുക്കൊരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ നമ്മുടെ കടലൊക്കെ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടവലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലയിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല, നല്ലോണം തുടച്ച് ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ കടലയിലെ വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റോസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നല്ല പാത്രമൊന്നും എടുക്കരുത്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുക്കാൻ പാടില്ല, കാരണം അത് പെട്ടെന്ന് കേട് വന്നു പോകും. അപ്പോൾ ഇതുപോലത്തെ നല്ല അടി കട്ടിയുള്ള ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ പാത്രമൊക്കെ എടുക്കുക. എന്നിട്ട് നമ്മുടെ കടല മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വെച്ചിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. കുറച്ച് സമയം ഞാൻ ഉദ്ദേശിച്ചത് ഒരു 6-7 മിനിറ്റെങ്കിലും നല്ലോണം റോസ്റ്റ് ചെയ്യുക. കടല നമ്മൾ വെറുതെ എടുത്തിട്ട് ഇങ്ങനെ കടിച്ച് നോക്കുമ്പം നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കണം. അത്രയും നേരം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ആ ഒരു ടവലിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ടാണ്. കടല ചൂടാറി കഴിഞ്ഞാൽ നമുക്കത് പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിക്കും കേടാണ്. പിന്നെ നല്ല മിക്സി തന്നെ പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സി കേട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. കടലയല്ലേ, വെള്ളത്തിൽ കുതിർത്തതും അല്ല. അതുകൊണ്ട് കുറച്ച് പവറുള്ള മിക്സി തന്നെ പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക. പൾസ് മോഡിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പം 1 2 3 ഒക്കെ നെക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്സിക്ക് ഭയങ്കര ലോഡാവും. അതുകൊണ്ട് ഇങ്ങനെ പൾസ് ചെയ്തിട്ട് ഇടയ്ക്ക് നിർത്തിയിട്ട് പൊടിച്ചെടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ കടല ഒരു 3-4 മിനിറ്റ് വെച്ചിട്ട് പൊടിച്ചെടുത്തേന്. എന്നാൽ ഇത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു അരിപ്പയിലേക്കാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ കൂടെ ഒന്ന് അരിച്ചിട്ട് എടുക്കാം. പിന്നെ ബാക്കി പൊടിയാതെ കിടക്കുന്നത് നമുക്ക് വീണ്ടും പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാനൊരു 3-4 പ്രാവശ്യമായിട്ട് കടല നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം പൊടിച്ച് കഴിഞ്ഞിട്ടും അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അരിച്ചിട്ട് വേണം നമ്മുടെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചിലത് പൊടിയാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഈ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കടലേൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ അരിച്ചിട്ട് മാത്രം ചെയ്യുക. പിന്നെ എല്ലാം അരിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്നും കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. കുറച്ചും കൂടെ ഒന്ന് ഫൈൻ പൗഡറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി വീണ്ടും ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കടലപ്പൊടി റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കടലപ്പൊടീൻ്റെ അത്ര ഒരു മഞ്ഞ കളർ ഉണ്ടാവില്ല ഇതിന്, കാരണം ബ്ലാക്ക് പാർട്ടും ഉള്ളിൽ പെട്ടിട്ട് പൊടിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കളർ വ്യത്യാസം ഉണ്ടാവും.
ഈ പൊടിച്ചെടുത്തതിൽ നിന്ന് നമുക്ക് 1 കപ്പ് കടലപ്പൊടി മെഷർ ചെയ്തിട്ട് എടുക്കാം. നേരത്തെ നിങ്ങൾ കണ്ടതല്ലേ നമ്മൾ 1 കപ്പ് കടലയാണ് എടുത്തത്, അതിൽ നിന്നാണ് ഇത്രയും കടലപ്പൊടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 കപ്പ് മാത്രമാണ് ഈ ഒരു മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അത് നമുക്കിതിൽ നിന്ന് അളന്നെടുക്കാം. ഇനി മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കടലപ്പൊടി ഒന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി വറുത്തതാണ്, എന്നാലും ഒന്നും കൂടെ വറുക്കുകയാണ്, നല്ലൊരു ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു സോസ് പാൻ വെച്ചിട്ട് ചൂടാക്കിയാണ്, എന്നിട്ട് അതിലേക്ക് കടലപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണ്. ഫ്ലെയിം മീഡിയം ടു ലോയിൽ വെച്ചാൽ മതിയേ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. അങ്ങനെ നമുക്കൊരു 3-4 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടലപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ മൈസൂർ പാക്കിന് കുറച്ചൊരു കളറ് തോന്നാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറോ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഇങ്ങനെ പൗഡറായിട്ട് വരുന്ന കളറോ ജെൽ കളറോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ട് അതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതേ സമയം തന്നെ നമ്മൾ ഈ മൈസൂർ പാക്ക് സെറ്റ് ചെയ്യുന്ന പാത്രവും റെഡിയാക്കി വെക്കണം. കുറച്ച് ഓയിൽ തടവിയിട്ട് പിന്നെ ഞാനൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പാത്രത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കാൻ പോണത്. ആദ്യം തന്നെ ഈ പാത്രം റെഡിയാക്കി വെക്കണമെന്ന് പറയുന്നത് നമ്മൾ മൈസൂർ പാക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അധിക സമയം വെക്കാൻ പറ്റില്ല, അത് പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഈ ഒരു പാത്രം നമ്മൾ റെഡിയാക്കി വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യും ഓയിലും മിക്സാക്കി എടുക്കുക എന്നുള്ളതാണ്. ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ 6 ടേബിൾ സ്പൂൺ ഓയിലും, ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യുക. കോക്കനട്ട് ഓയിൽ എടുക്കരുത്, അതല്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 6 ടേബിൾ സ്പൂൺ മെഷർ ചെയ്തിട്ട് തന്നെ ഇതിൽ കൊഴിച്ച് കൊടുക്കുക. ഇത് രണ്ടും മിക്സാക്കിയതിന് ശേഷം കുറച്ചൊന്ന് ചൂടോടെ വേണം നമ്മുടെ ഈ മൈസൂർ പാക്കിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതെപ്പോഴും അപ്പുറത്തൊരു സ്റ്റവിൽ ചൂടാക്കിയിട്ട് വെക്കുക. ഇനി ഞാൻ വേറൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ആദ്യം 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള മെഷർമെൻ്റൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണേ, അതേപോലെ തന്നെ വേണം എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടൂല. അപ്പം ഞാൻ ഈ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കുകയാണ്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തും. ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കി കഴിയുമ്പോൾ നൂല് പോലെ വരുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാലാണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് നോക്കാം കേട്ടോ. എൻ്റെ സ്റ്റവിൽ ഹൈ ഫ്ലെയിം ഇട്ട് വെച്ചപ്പോൾ 5 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര നമ്മളിങ്ങനെ ഒരു വിരലിമലാക്കിയിട്ട് മറ്റൊരു വിരലിലേക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ വലിയുന്നൊരു കൺസിസ്റ്റൻസി, ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെക്കാം. എന്നിട്ട് ഓരോരോ സ്പൂൺ വീതം കടലപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു കൈ കൊണ്ട് കടലപ്പൊടി ചേർക്കുക, മറ്റേ കൈ കൊണ്ട് ഇത് ആ ഷുഗർ സിറപ്പിൽ മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ വേണം ചെയ്യാൻ. ആദ്യത്തെ 1-2 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോൾ കുറച്ച് കട്ട കെട്ടുന്ന പോലെ ഉണ്ടാവും. പക്ഷേ പ്രശ്നമാക്കണ്ട, അവസാനം എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല പോലെ മിക്സ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ നെയ്യിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് ഇപ്പോൾ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക. എന്നിട്ട് ഓരോരോ തവിയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സാക്കി എടുക്കണം. അപ്പം അത് ചൂടോടെ തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മൈസൂർ പാക്കിൻ്റെ ഉള്ളിൽ ആ ഒരു കറക്റ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് വരിക. അതുകൊണ്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒഴിച്ചാൽ മതി. നെയ്യിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ചൂടോടെ തന്നെ ഒഴിക്കുമ്പോൾ ഇതേപോലെ പതഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു സമയം ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. അങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പിന്നെ ഈ നെയ്യും ഓയിലൊന്നും നമുക്ക് ഇത്ര മുഴുവനായിട്ട് ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞത് തന്നെയാണ്. കാരണം നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞ് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം വെച്ചിട്ട് നമുക്കിത് ചൂടാക്കാൻ വെക്കാനൊന്നും പറ്റൂല. കാരണം കൈ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ പാക്ക് കട്ട കെട്ടിയിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം എടുത്തിട്ട് ആദ്യം ചൂടാക്കിയിട്ട് വെക്കുക.
ഇപ്പോൾ ഇതാ ഇത് വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും, ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി അപ്പം തന്നെ നമ്മളിത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, പാത്രത്തിലേക്ക് വികുമ്പോൾ തന്നെ ഇതിങ്ങനെ കട്ടിയായിട്ടാണ് വികണത്. ഇനി നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേഗം തന്നെ കട്ടിയാവാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ തന്നെ മേൽഭാഗം കുറച്ചൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം. കാരണം ഇനി ഇത് മൊത്തത്തിൽ സെറ്റായി കഴിഞ്ഞാൽ മുറിച്ചെടുക്കാൻ കഴിയൂല, പൊടിഞ്ഞിട്ട് പോവും. അതുകൊണ്ട് ഇപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഒരു മാർക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ, ഒരു ഭാഗവും പൊട്ടിപ്പോവാതെ നല്ലപോലെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അതാ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് മുറിച്ചപ്പോൾ ഒരിത്തിരി പൊടിഞ്ഞു പോയി, മെല്ലെ വേണം ഇത് ചെയ്യാൻ. ഇനി ഇതൊരു 20 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റോ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈസൂർ പാക്ക് സെറ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി. അടിപൊളിയാണ്, കാണാൻ അത്ര ലുക്കില്ലെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവറും പിന്നെ നമ്മൾ ഈ ഒരു കടല വെച്ചിട്ടുണ്ടാക്കിയ കടലപ്പൊടിയാണ് ഇതിലേക്ക് എടുത്തതെന്ന് പറയൂല, അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ആദ്യം എൻ്റെ വീട്ടിലെ അനിയന്മാരൊക്കെ കണ്ടപ്പോൾ ഇതെന്താ എന്നൊക്കെ ചോദിച്ചിരുന്നു, ഇതിൻ്റെ ലുക്ക് കാരണം എന്താ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പം അവരുടെയൊക്കെ ഒപ്പീനിയൻ മാറി, നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയെന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആമസോണിൽ വാങ്ങിച്ചതായിരുന്നു, മൈ ഹോൾ സ്റ്റോർ വഴി. അപ്പോൾ ഇത് വന്നിട്ട് ബോഡി ഷോപ്പിൻ്റെ ബനാന ഷാമ്പൂവും കണ്ടീഷണറും കൂടെ കൂടിയിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് മുടി കെട്ടി വെക്കാനുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് സംഭവം. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു മങ്കി ഫേസ് ഉണ്ട്, പിന്നെ നല്ല ക്ലോത്താണ് കേട്ടോ, പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടി കെട്ടി വെച്ചാൽ വേഗം തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട്, നല്ലതാണ്. പിന്നെ ഇതിലുണ്ടായിരുന്നത് ഒരു ഷാമ്പുവും ഒരു കണ്ടീഷണറും ആണ്. രണ്ടും നോർമൽ ടു ഡ്രൈ ഹെയറിന് മാച്ച് ചെയ്യുന്നതാണ്. നല്ല ഷാമ്പു ആണ്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ബോഡി ഷോപ്പിൻ്റെ ആയതുകൊണ്ട് അറിയാമല്ലോ, എന്തായാലും നല്ലത് തന്നെ ആവും, നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്